ഓട്ടിസം ഉള്ള ഒന്നല്ല 2 കുട്ടികളെയും കൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു ദീർഘദൂര ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ട് വന്നാലും ഇവന്മാരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ഇനഫ് അല്ല എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും കുട്ടികൾ ചിലപ്പോൾ ബിഹേവ് ചെയ്യുക. മെൽബൺ ടു മലേഷ്യ ഓൾമോസ്റ്റ് 7.5-8 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ നിന്ന് ഒരു 4-5 hours നമുക്ക് ലേ ഓവർ. അതിനുശേഷം കൊച്ചിയിലോട്ട് ഓൾമോസ്റ്റ് 4 hours ഫ്ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തുമ്പോൾ നമ്മൾ തന്നെ ഒരു പരുവമാകും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കിന് അവർക്ക് മെൽഡൗൺസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, സെൻസറി ഓവർലോഡ് വരാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. റയാൻ അവിടെ ഷർട്ടൊക്കെ ഊരിക്കളഞ്ഞിട്ടിരിക്കുമ്പം ഇവിടെ ഒരാൾ സോക്സും ഷൂസും ഇല്ലാതാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇവരെ ഡിസിപ്ലിൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊന്നും നമുക്ക് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയൊന്നുമല്ല. മാക്സിമം ഇവന്മാരെ കംഫർട്ടബിളാക്കി വെക്കുക, അതോടൊപ്പം നമുക്ക് സമാധാനമായിട്ടിരിക്കുക, മറ്റ് പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പ് പ്രയോറിറ്റീസ്. എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. മലേഷ്യ എന്നുള്ള ഫ്ലൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞപ്പം റാൽഫ് നമുക്ക് അത്യാവശ്യം നല്ല പണി തന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ സീറ്റാണെങ്കിൽ ഫ്രണ്ടിലും ആയിപ്പോയി. അപ്പോൾ ആകെ മൊത്തത്തിൽ ഭയങ്കര ഇഷ്യൂസായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് DPNA എന്ന് പറഞ്ഞിട്ടൊരു കോഡ് യൂസ് ചെയ്യാം. ഈ സമയത്ത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു. അപ്പോൾ ആ കോഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Disabled passengers with intellectual disability or developmental disability needing assistance, അതാണ് DPNA എന്ന് പറഞ്ഞ കോഡിൻ്റെ ഫുൾ ഫോം. നമ്മളത് എയർലൈൻസിനെ അറിയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോർഡ് ചെയ്യാനും സീറ്റിങ്ങും ഒക്കെ അവർ അറേഞ്ച് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി പ്രയോറിറ്റി കിട്ടും നമുക്ക്. നാട്ടിൽ വന്ന് ഡാഡി എന്തോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലോട്ട് പോയി. അപ്പോഴത്തേക്കിനും ചെറിയ ടാൻഡ്രംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സമാധാനപരമായിട്ട് നമ്മൾ യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്തി. താങ്ക് യു സോ മച്ച് ഫോർ